നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തിലെ പെൻഷൻ 3200 രൂപ വിതരണം ആരംഭിക്കുന്നു. ഇതോടൊപ്പം തന്നെ മാസങ്ങളോളമായി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുക അടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ തുക അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ വിവിധ ഇനം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധനകളും ഇന്നു മുതൽ സജീവമാകും. സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് വൈകിപ്പിച്ചു എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പരാതി. നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പുതിയ പെൻഷന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കൾക്കും സോഷ്യൽ ഓഡിറ്റിംഗ് ബാധിക്കും. പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തും. 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ, 4 ചക്ര വാഹനമുള്ള വീടുകൾ, AC ഉള്ളവർ, സർക്കാർ അർദ്ധ സർക്കാർ പെൻഷനുകൾ കൈപ്പറ്റുന്ന വീടുകൾ, 1 ലക്ഷം രൂപയിൽ കവിഞ്ഞ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് സർക്കാർ കർശനമായി പരിശോധിക്കുന്നത്. ആരെങ്കിലും അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ പരാതികളും തദ്ദേശ വകുപ്പുകളെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. മറ്റൊരറിയിപ്പ് ജീവനക്കാരുടെ യാത്രാബത്തയിൽ മുന്നറിയിപ്പുമായി KN ബാലഗോപാൽ. ജീവനക്കാരുടെ യാത്രാബത്തയിൽ മുന്നറിയിപ്പുമായി KN ബാലഗോപാൽ. സർക്കാർ ജീവനക്കാർക്കുള്ള യാത്രാബത്തയിൽ കർശന നിർദ്ദേശമാണ് ധനമന്ത്രി KN ബാലഗോപാൽ കൊണ്ടുവന്നിട്ടുള്ളത്. മുൻപ് നിശ്ചയിച്ചിട്ടുള്ള തുകയിൽ തന്നെ യാത്ര ചെയ്യണമെന്നാണ് ധനമന്ത്രിയുടെ അറിയിപ്പ്. 2016 അവസാനമായി ജീവനക്കാരുടെ യാത്രാബത്ത പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം 2021 ശമ്പള പരിഷ്കരണത്തിന് ശേഷവും ജീവനക്കാർ യാത്ര ചെയ്യേണ്ടത് 2016 അതേ നിരക്കിലാണ്. 2024 ഉത്തരവിൽ മാറ്റമുണ്ടായിട്ടില്ല. യാത്രാബത്ത പരിധിയിൽ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സർക്കാർ. 2016 നിശ്ചയിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഒരു തുക പോലും അനുവദിക്കരുതെന്ന കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ധനമന്ത്രി. ഡിസംബർ 6 ഇത് സംബന്ധിച്ച സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.